ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കറണ്ട് അഫെയർ വിഭാഗത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ കേരള സംസ്കാരം, രണ്ടാമത്തെ ക്ലാസ്സിൽ വുമൻസ് വേൾഡ് കപ്പ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ചുകൊണ്ടാണ്. എല്ലാ വർഷവും കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. അതിൽ കേരള ഗവൺമെൻറ് നൽകുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വർഷം നൽകിയത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായിരുന്നു. അത് ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് 55ാമത് ചലച്ചിത്ര പുരസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം അത് ഈ വർഷത്തന്നെയാണോ അതോ കഴിഞ്ഞ വർഷത്തെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഈ വർഷം നൽകിയത് 55ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായിരുന്നു. ഇതിൽ ധാരാളം ഏരിയകളിൽ എന്ത് ചെയ്യാറുണ്ട്, ധാരാളം മേഖലകളിൽ അവാർഡുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത് മികച്ച സിനിമയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മികച്ച സിനിമ എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം. 55ാമത് ചലച്ചിത്ര പുരസ്കാരം എന്ത് ചെയ്തത്, നേടിയിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ്. നിങ്ങൾ മിക്കവരും ആളുകളും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ആ ഒരു സിനിമയ്ക്കാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. മികച്ച സംവിധായകനും ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചിദംബരം എന്നായിരുന്നു. അപ്പോൾ ഇത് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയ്യപ്പനും കോശിയും എന്നുള്ള ഒരു സിനിമയ്ക്കൊക്കെ അവാർഡ് കിട്ടിയ ഒരു സമയത്താണ് ഇതുപോലെ സംവിധായകൻ്റെ ഒരു പേര് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. ഏറ്റവും മികച്ച സംവിധായകൻ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ തന്നെ സംവിധായകനായിട്ടുള്ള ചിദംബരമാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച നടനായിട്ടുള്ളത് മമ്മൂട്ടിയാണ്. ഭ്രമയുഗം എന്നുള്ളൊരു ചിത്രത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മമ്മൂട്ടി അതുപോലെ തന്നെ ഭ്രമയുഗം, ഈ രണ്ട് പേരുകളും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മികച്ച നടൻ നമ്മൾ പറഞ്ഞു, മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ്. എപ്പോഴും ഫിലിം അവാർഡ് പഠിക്കുന്ന സമയത്ത് നേടിയ വ്യക്തിയുടെ പേരും അദ്ദേഹം ഏത് സിനിമയ്ക്കാണ് കിട്ടിയത് എന്നുള്ള പേരും എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. കാരണം മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി, ചലച്ചിത്രം ഭ്രമയുഗം, നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. ഇനി സഹനടൻ സഹനടി, ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. സഹനടൻ എന്ന് പറയുന്നത് സൗബിൻ ഷാഹിർ ആയിരുന്നു. അദ്ദേഹത്തിന് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചിത്രത്തിന് തന്നെയാണ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും അദ്ദേഹത്തിന് ഭ്രമയുഗം എന്നുള്ള ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സഹനടിയായത് ലിജോ മോൾ ജോസ് ആയിരുന്നു. അവർക്ക് പുരസ്കാരം കിട്ടിയ ചിത്രം എന്ന് പറയുന്നത് നടന്ന സംഭവം എന്നുള്ള ഒരു സിനിമയ്ക്കാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അവർക്ക് ഏത് ചലച്ചിത്രത്തിനാണ് അത് ലഭിച്ചത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്ത കുറച്ച് മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഛായാഗ്രഹണം, കലാസംവിധാനം. പരീക്ഷയിൽ പൊതുവെ ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ ആ ഒരു കണ്ടന്റിൽ കണ്ടപ്പോൾ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഛായാഗ്രഹണം ഷൈജു ഖാലിദായിരുന്നു, അദ്ദേഹത്തിന് മഞ്ഞുമൽ ബോയ്സിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ കലാസംവിധാനം അജയൻ ചാലിശ്ശേരി, അത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വർഷത്തെ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ അത് ഏതെല്ലാം മേഖലകളിലാണ് എന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ 2-3 മേഖലകൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് മികച്ച സിനിമയാണ്, മികച്ച സംവിധായകൻ, അതുപോലെ തന്നെ മികച്ച സഹനടൻ, അതുപോലെ തന്നെ ഇപ്പോൾ എത്രയായി, 4, ഛായാഗ്രഹണം, കലാസംവിധാനം. ഏകദേശം ഒരു 6 മേഖലകൾ നമ്മൾ പറഞ്ഞു. 10 മേഖലകൾക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചിത്രത്തിന് ഈ വർഷം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മേഖലകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഛായാഗ്രഹണം അതുപോലെ തന്നെ കലാസംവിധാനം, രണ്ടും സിനിമ ഏത് തന്നെയാണ്, മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. മികച്ച ജനപ്രിയ ചിത്രമായിട്ട് മാറിയത്, മികച്ച ചിത്രവും മികച്ച ജനപ്രിയ ചിത്രവും രണ്ടും വേറെ വേറെയാണ്. മികച്ച ചിത്രം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സും മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് പ്രേമലുവുമാണ്. ആ ഒരു സിനിമയുടെ സംവിധായകൻ്റെ പേര് ഓർത്തു വയ്ക്കുക, ഗിരീഷ് ഏടിയാണ്. കൺഫ്യൂഷൻ ആവരുത്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ആരായിരുന്നു, ചിദംബരമായിരുന്നു. ഇവിടെ പ്രേമലുവിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് ഏടി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധായകനാണ്. ആ ഒരു സിനിമയ്ക്കാണ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ്. ഫെമിനിച്ചി ഫാത്തിമ, കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള പേര് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിരുന്നു. എവിടെയായിരുന്നു, മികച്ച നടിക്കുള്ള പുരസ്കാരവും ഇതേ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നടിയുടെ പേര് ഷംല ഹംസ. ഓക്കെ, അടുത്തൊരു മേഖല എന്ന് പറയുന്നത് വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം പായൽ കപാഡിയെയാണ് നേടിയത്. ആ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമ കഴിഞ്ഞ വർഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്.
സമയമൊക്കെ കിട്ടുമ്പോൾ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഒരുപാട് പുരസ്കാരങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ള, ദേശീയ അന്തർദേശീയ തലത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പായൽ കപാഡിയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ളൊരു സിനിമ എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 പ്രധാന പോയിന്റുകളാണ്. ഒന്ന്, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി നേടുന്നത് 7ാം തവണയാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് 6 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മികച്ച നടനുള്ളത്. ഇത് 7ാമത്തെ തവണയാണ്. പ്രസ്താവന ചോദ്യമായിട്ട് ചോദിക്കാം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് ഇത് 7ാം തവണയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മഞ്ഞുമൽ ബോയ്സിന് മൊത്തം 10 അവാർഡുകളാണ് ഈ വർഷം ലഭിച്ചത്. 10 അവാർഡുകൾ, അതും പ്രസ്താവന ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മഞ്ഞുമൽ ബോയ്സിന് മൊത്തം 10 അവാർഡുകൾ ലഭിച്ചു. അതുപോലെ തന്നെ തെന്നിന്ത്യൻ നടനായ പ്രകാശ് രാജ് ആയിരുന്നു ജൂറി അധ്യക്ഷൻ. ഇദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് ഓർത്തു വെക്കുക. ഈ ഒരു പുരസ്കാരങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒരു ജൂറി അംഗങ്ങളുടെ ഒരു ടീം ഉണ്ടാവും. അതിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു തെന്നിന്ത്യൻ നടനായിട്ടുള്ള പ്രകാശ് രാജ്. നമുക്കെല്ലാവർക്കും സിനിമയിലൂടെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രകാശ് രാജ്. അദ്ദേഹമായിരുന്നു ഈ ഒരു ജൂറി ടീമിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. നിങ്ങളൊരു ടേബിളിൻ്റെ മാതൃകയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പഠിച്ച് എഴുതി വെക്കുക, നിർബന്ധമാണ്. കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ഒരു ഭാഗത്തിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അത് വരുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവരുത്. മിസ്സാവാതിരിക്കണമെങ്കിൽ ഇത്രയും പോയിന്റുകളെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് അഫെയർ സെഷൻ്റെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്